റമളാനിന്റെ അവസാനത്തെ പത്തിൽ അള്ളാഹുവിന്റെ ഹബീബായ തങ്ങൾ മോചനം തേടാൻ പറഞ്ഞത് നരകത്തിനെ തൊട്ടാണ്. ആ നരകത്തിനെ കുറിച്ച് ആലോചിച്ച് കരഞ്ഞവരെത്രയാണ്? ഒരുപാട് ആളുകൾ കരഞ്ഞിട്ടുണ്ട്. ഒരുപാട് ആളുകൾ കരഞ്ഞ് ബോധം കെട്ടിട്ടുണ്ട്. ആ രൂപത്തിൽ അള്ളാഹുവിന്റെ ആഖിറമാകുന്ന ലോകത്തുള്ള ഓരോ കടമ്പകളെക്കുറിച്ചും നാം ചിന്തിക്കുകയും അതിൽ നല്ല പേടിയുണ്ടാവുകയും ചെയ്യണം. ആ പേടിയുടെ പേരാണ് തഖ്വ. ആ പേടിയുടെ പേരാണ് അള്ളാഹുവിൽ പേടിയുള്ള ഹൃദയമുണ്ടോ ആ ഹൃദയത്തോടുകൂടെയുള്ള കരച്ചിൽ കരയുന്ന ആളുകൾക്ക് നാളെ അർശിന്റെ തണലുണ്ടെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. 7 വിഭാഗം എണ്ണിയതിൽ 7ാമത്തെ വിഭാഗം ഏതാണ്? വറജുലുൻ ദക്കറല്ലാഹ ഖാലിയൻ ഫഫാദത് ഐനാ. അള്ളാഹുവിനെ ആലോചിച്ച് ഒറ്റക്കിരുന്ന് കരയുന്ന സ്വഭാവം നമുക്കുണ്ടോ? നാളെ അർശിന്റെ തണലുണ്ടെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഈ ആഖിറമാകുന്ന ലോകത്തേക്ക് സഞ്ചരിക്കുന്ന ആദ്യത്തെ കടമ്പയാണ് ഖബർ. ആ ഖബർ ജീവിതം കഴിഞ്ഞാൽ പുനർജീവിതമുണ്ട്. അവിടെ നിന്നുള്ള ജീവിതമാണ് മഹ്ശറാ ലോകം. ആ മഹ്ശറാ ലോകത്ത് നടക്കാനുള്ള ആദ്യത്തെ കടമ്പയാണ് വിചാരണ. ആ വിചാരണ കഴിഞ്ഞാൽ നന്മതിന്മകൾ തൂക്കിയിട്ട് വലത് കൈയിലോ ഇടത് കൈയിലോ നമുക്കുള്ള ഏട് നൽകപ്പെട്ടിട്ട് ആഖിറമാകുന്ന ലോകത്ത് സ്വർഗ നരക പ്രവേശനം നൽകുന്ന ലോകം. ആ കടമ്പകളിലെല്ലാം നമ്മുടെ ഹൃദയത്തിൽ പേടിയുണ്ടാകണം.